തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീൻസും ലെഗിൻസും വിലക്കി വൈസ് പ്രിൻസിപ്പലിന്റെ ഉത്തരവ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഫോർമൽ വേഷം ധരിക്കണം. കിലുക്കമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനും ക്യാമ്പസിൽ വിലക്ക്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്താണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്? അതിന്റെ അടിസ്ഥാനം എന്താണ്? എന്തൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ? സൗമ്യ, പ്രധാനമായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഇത്തരത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേകിച്ച് വേർതിരിച്ച് തന്നെയാണ് ഈ പുതിയ വസ്ത്രദാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ വ്യക്തമായി ഈ ഉത്തരവ് വൈസ് പ്രിൻസിപ്പളാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് പെൺകുട്ടികൾ ചെരുപ്പ്, അതോടൊപ്പം തന്നെ ലെഗിൻസ്, ജീൻസ്, കൂടാതെ ഷോർട്ട് ടോപ്പുകൾ എന്നിവ ധരിക്കരുത്. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, കിലുക്കമുള്ള ആഭരണങ്ങൾ ധരിക്കരുതെന്നും ഈ സർക്കുലറിൽ പറയുന്നു. അതേസമയം ആൺകുട്ടികൾക്കാകട്ടെ ജീൻസും ടീഷർട്ടും ധരിക്കരുത്, അതോടൊപ്പം തന്നെ ചെരുപ്പ് ധരിക്കാൻ പാടില്ല. ഒപ്പം തന്നെ അവർ മറ്റ് കാഷ്വൽ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലെന്നും ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ പെൺകുട്ടികളുടെ കാര്യത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും വൃത്തിയായി തന്നെ വസ്ത്രം ധരിച്ച് ക്യാമ്പസിൽ എത്തണം. അതോടൊപ്പം തന്നെ ചുരിദാറും സാരിയും മാത്രമേ പെൺകുട്ടികൾ ധരിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മുടി വൃത്തിയായി ഒതുക്കി ചീകി കെട്ടിവെക്കണം എന്നും ഇതിൽ വ്യക്തമാക്കുന്നു. ഓവർകോട്ട് ഇട്ട് അതിൽ ID കാർഡ് ധരിച്ചു മാത്രമേ ക്യാമ്പസിൽ വരാവൂ എന്നാണ് ഈ സർക്കുലർ വ്യക്തമാക്കുന്നത്. ആൺകുട്ടികൾക്കാകട്ടെ ഇതുപോലെ തന്നെ വൃത്തിയായി വസ്ത്രദാനത്തോടെ ക്യാമ്പസിൽ വരണം. ഇതിൽ ഫോർമൽ വസ്ത്രങ്ങൾ, ഷൂസ് ഇട്ട് ഫോർമൽ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ക്യാമ്പസിൽ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. ഷീജ, ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? എന്തെങ്കിലും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ നിലവിൽ അവിടെ എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് കരുതുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അവിടെ ചേർന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ വിയോജിപ്പുമായി തന്നെയാണ് മെഡിക്കൽ കോളേജിലെ തന്നെ യൂണിയനുകൾ, വിദ്യാർത്ഥി യൂണിയനുകൾ എത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗങ്ങളിൽ ഉണ്ടായത് പോലും. എന്നാൽ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ നിരീക്ഷണ സംവിധാനം ഇതിൽ ഉണ്ടാകണം എന്ന് നിഷ്കർഷിച്ചുകൊണ്ടാണ് ഈ സർക്കുലർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ സർക്കുലറിൽ വ്യക്തമായും പറയുന്നുണ്ട്, അതാത് ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ ഇത് കൃത്യമായി തന്നെ നിരീക്ഷിക്കണം എന്നും ഈ സർക്കുലറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷീജ, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ അവിടുത്തെ യൂണിയൻ ചെയർമാനായ ജിബിൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ജിബിൻ, എന്തായിരുന്നു ഇങ്ങനെ ഒരു സർക്കുലറിന്റെ അടിസ്ഥാനം? ഇതിന്റെ അടിസ്ഥാനം എന്നതിനെ കുറിച്ച് നമ്മൾക്ക് വലിയ ധാരണയില്ല. പക്ഷെ എന്തിന്റെ ബേസിസിലാണ് ഇങ്ങനെ ഒരു, കാരണം ഇപ്പൊ ഈ ജീൻസ് അല്ലെങ്കിൽ ലെഗിൻസ് ഇതിനൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണണം. പക്ഷേ അത് പറയുന്നില്ല. കാരണം ജീൻസിന് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ പറയുന്ന ലെഗിൻസിന് എന്താണ് പ്രശ്നം എന്നൊന്നും ഇവിടെ പറയുന്നില്ല. എന്തെങ്കിലും വിദ്യാർത്ഥികൾക്ക് ബെനിഫിറ്റ് ഉള്ളതാണെങ്കിൽ ഓഫ്കോഴ്സ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ എന്തോ മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ ലെഗിൻസിന് തെറ്റാണ് അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി, കാരണം അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കൊന്ന് ഈ കാണാനുള്ള ഒരു ഭംഗിയാണെങ്കിൽ സാരിയെക്കാട്ടി എന്തുകൊണ്ടും മറവും വൃത്തിയും ഉള്ളത് ലെഗിൻസും ചുരിദാറും തന്നെയായിരിക്കും. ഒരുപക്ഷെ സ്വാഭാവികമായും ട്രീറ്റ്മെന്റ് സമയത്തോ അങ്ങനെയുള്ള ഘട്ടങ്ങളിലോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് സ്വാഭാവികമാണ്, നമ്മുടെ ഒരു ലോജിക്കാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നിർബന്ധമായും ഇങ്ങനെ ധരിച്ചു തന്നെ വരണം എന്ന് ആണോ സർക്കുലറിൽ പറയുന്നത്? അല്ല, ഇത് ഞാൻ പറയില്ല, ഒരു വിദ്യാർത്ഥികളുടെ അവർക്കും കുറച്ചൊക്കെ ഒരു ഫ്രീഡം ഉണ്ട്. കാരണം എന്ത് ധരിക്കണം, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. കാരണം നമുക്ക് ഈ 8 മുതൽ 1 മണി വരെ വാർഡിൽ അവിടെ നിന്ന് കേസ് എടുക്കുന്നു, അല്ലെങ്കിൽ വാർഡിൽ പേഷ്യൻസ് ഇടപെടുന്നു. അപ്പൊ അവർക്ക് കംഫർട്ടാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഒരു അടിച്ചേൽപ്പിക്കുന്ന രീതിയിലോട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. അത് ഇങ്ങനെ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തതാണോ, അതോ കൂട്ടായ എന്തെങ്കിലും ഒരു ആലോചനകളൊക്കെ നടന്നിട്ടുള്ളതായി കരുതുന്നുണ്ട്? കോളേജ് CCM കൂടി HOD മീറ്റിംഗ് കൂടി CCM കൂടി ാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വിദ്യാർത്ഥികളുമായി ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള സംസാരം ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഒന്നും വന്നിട്ടില്ല. അതായത് വിദ്യാർത്ഥി യൂണിയനുകളായ അല്ലെങ്കിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കുകയാണ് ചെയ്തത്? അതെ, നമ്മളോട്ട് ഇതുവരെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല. ഇന്നത്തെ CCM വിദ്യാർത്ഥി യൂണിയൻ റെപ്രസെന്റേറ്റീവ്സിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇതിനു മുമ്പ് അറിയിച്ചിട്ടില്ല. നമ്മൾ ഈ സർക്കുലർ വരുമ്പോഴാണ് നമ്മൾ ഇത് ആദ്യമായിട്ട് അറിയണത്. ഇത് എന്ന് മുതൽ നടപ്പിലാക്കുമെന്നതെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ വാർഡിൽ പോയപ്പോൾ അങ്ങനെയൊന്നും കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സാധാരണ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ സർക്കുലർ ഇറക്കുകയാണോ ചെയ്യുക, അതോ വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തി ചർച്ചകൾ നടത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുകയാണോ സാധാരണ ചെയ്യാറുള്ളത്? ഇവിടെ വളരെ വളരെ ചുരുക്കം ചില സാഹചര്യങ്ങൾ മാത്രമാണ് വിദ്യാർത്ഥികളുടെ ഒരു അഭിപ്രായം തേടുക ചെയ്തിട്ടുള്ളത്. അല്ലാത്തപ്പോൾ ഒരു ഏകദേശമായിട്ടുള്ള നിലവാരത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ ഉദ്ദേശിച്ചത് ഇതിപ്പോൾ വൈസ് പ്രിൻസിപ്പളാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സാധാരണ എല്ലാ കാര്യങ്ങളിലും വിദ്യാർത്ഥികൾക്കെതിരെ നിന്നുകൊണ്ടൊരു സ്റ്റാൻഡ് എടുക്കുന്ന വ്യക്തിയാണോ? അല്ല, അങ്ങനെ നമുക്കൊരു തോന്നുന്നില്ല. കാരണം അക്കാഡമിക്സ് ആണെങ്കിൽ എല്ലാം നമുക്ക് അക്കാഡമിക്സ് നോക്കുന്ന വൈസ് പ്രിൻസിപ്പൽ മേഡമാണ്. മേഡം എപ്പോഴും വിദ്യാർത്ഥികളുടെ ബെനിഫിറ്റിന് വേണ്ടി ആണ് മേഡം എപ്പോഴും നിലകൊണ്ട് നിൽക്കുന്നതും. സോ മേഡം വന്നതിന് ശേഷം അക്കാഡമിക്സ് നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. മേഡം നമുക്ക് വിദ്യാർത്ഥികൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം തന്നെയാണ്. ഇത് മേഡത്തിന്റെ മാത്രം ഡിസിഷൻ അല്ല, ഒരു ഡിസിഷൻ ആയിട്ടാണ് ചേർന്ന ഡിസിഷൻ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ തിരികെ എത്താം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ തോമസ് മാത്യു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തോമസ് മാത്യു, എന്തായിരുന്നു ഇങ്ങനെ ഒരു സർക്കുലറിന്റെ അടിസ്ഥാനം? ഇത് ആദ്യമായിട്ട് ഇറക്കുന്ന സർക്കുലർ അല്ല. നമ്മുടെ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വിദ്യാർത്ഥികൾക്ക് ഡ്രസ് കോഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഫോർമലായിട്ടുള്ള ഡ്രസ്സുകൾ ഇടണം എന്നുള്ളതാണ് അവർ പറയുന്നത്. എല്ലാ വർഷവും അഡ്മിഷനെ തുടർന്ന് ഈ ഡ്രസ് കോഡുകളുടെ സർക്കുലർ അധ്യാപകർക്ക് കൈമാറുകയും അവരെ കമ്മിറ്റി മീറ്റിങ്ങുകളിൽ ഇത് ബോധവൽക്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അത് കൈമാറിയിട്ടുള്ളത്. ഈ സർക്കുലറെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് നമ്മുടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ക്ലാസ് റൂമുകൾ എന്ന് പറയുന്ന ആശുപത്രിയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് നമ്മുടെ ക്ലാസ് റൂം. അവിടെ വിദ്യാർത്ഥികൾ ഇതുപോലെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് വരുന്നതിന്റെ പ്രശ്നം നമ്മളെ മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അനേകര് ഇവര് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഏതാണ്ട് 10,000-ലധികം ആൾക്കാർ കയറി ഇറങ്ങുന്ന ആശുപത്രിയിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം കുട്ടികൾ മിക്കപ്പോഴും ഓവർകോട്ട് ഇടുന്നില്ല, അവർക്ക് ID കാർഡുകൾ അവര് സൂക്ഷിക്കുന്നില്ല, കൊണ്ടു നടക്കുന്നില്ല. അപ്പം ആളുകളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആശുപത്രിയിലായിരുന്നാലും അനേകവിധമായ പരാതികൾ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഈ തരത്തിലുള്ള ഡ്രസ്സുകൾ ഇട്ട് വരുമ്പം ഡോക്ടർമാർക്ക് തന്നെ വിദ്യാർത്ഥി ആരാണ് അല്ല എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. ഒരുപക്ഷെ ശ്രീ തോമസ് മാത്യു ഐഡന്റി കാർഡ് ധരിക്കുകയും അല്ലെങ്കിൽ കോട്ട് ധരിക്കുകയും ചെയ്യുന്നതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരിക്കും. മറ്റു കാര്യങ്ങൾ ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് കംഫോർട്ടായുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള ഒരു അവകാശമില്ലേ? അവസരം അവർക്ക് തീർച്ചയായിട്ടും ഈ ആശുപത്രിക്ക് വെളിയിലുണ്ടല്ലോ. കാരണം ആശുപത്രിക്കകത്ത് ഇതിൽ എന്ത് വസ്ത്രം ധരിച്ചാലും ഈ കോട്ട് മാത്രമല്ല, അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനുള്ള വസ്ത്രം ഉപയോഗിക്കാനാണ് MCA പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ രോഗസാധ്യത ഈ രോഗികളുടെ അടുത്ത് ഇടപഴകുന്ന ഈ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും തന്നെയാണല്ലോ. അപ്പൊ അവർ സ്വയം രക്ഷയ്ക്കായിട്ട് ബോഡി കവർ ചെയ്യുന്നുള്ള പ്രൊട്ടക്ഷൻ കോട്ടുകൾ ഉൾപ്പെടെ ബട്ടൺ അപ്പ് ചെയ്യുകയും ഷൂസുകൾ ഉൾപ്പെടെ ചെയ്യണം എന്നാണ് നിർദ്ദേശമുള്ളത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കോളേജിനകത്തോ അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിനെ മറ്റു കോളേജിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആശുപത്രി മുറികളും ആശുപത്രി വാർഡുകളുമാണ് നമ്മുടെ ക്ലാസ് റൂമുകൾ. അവിടെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സർക്കിളിനുള്ള സാങ്കത്യമുള്ളത്. അല്ലാതെ ക്യാമ്പസിൽ ഒന്നും അല്ല അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുള്ളത്. അതൊരു തെറ്റിദ്ധാരണയാണ്. ആശുപത്രി വാർഡുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്ന ഫോർമലായിട്ടുള്ള ഡ്രസ്സ് ഇടേണ്ടതും അവർ സ്വയം രക്ഷിക്കേണ്ടതും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമാണ്. രോഗികളുടെ ഇടയിലും രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സ് എല്ലാവരും ഇടയിൽ ഏറ്റവും ഫോർമലായിട്ട് ഒരു സംവിധാനം ഉണ്ടാകുക, നിലനിർത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റവുമല്ല. അങ്ങനെയുള്ള ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങളുടെ കാര്യത്തിന് ചർച്ച എപ്പോഴും വൈസ് പ്രിൻസിപ്പലുമായിട്ടും ആശുപത്രി അഡ്മിനിസ്ട്രേഷനുമായിട്ടും കോളേജുമായിട്ടും ചർച്ച ചെയ്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അതിൽ. പക്ഷെ നമ്മുടെ ലക്ഷ്യം വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യം ഒരുക്കുക, അതുപോലെ തന്നെ സാമൂഹികമായിട്ട് നമ്മുടെ രോഗികളുടെയും ബൈസ്റ്റാൻഡേഴ്സിന്റെ എല്ലാ ഇടയിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ആ ഒരു ഡ്രസ് കോഡ് മെഡിക്കൽ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ സർക്കുലർ. ഞാൻ തിരികെ എത്താം, താങ്കളിലേക്ക് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ശ്രീമതി TN സീമ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീമതി TN സീമ, പക്ഷേ പ്രിൻസിപ്പൽ പറയുന്നത് ശ്രീ തോമസ് മാത്യു പറയുന്ന ഒരു ന്യായീകരണം അതാണ്. പക്ഷേ അതിനും അപ്പുറത്ത് നിന്നുകൊണ്ട് ഇതിന് വേറൊരു മാനം വരുന്നത് സ്വാഭാവികമായും നമ്മുടെ കോളേജുകളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ അവർക്ക് കംഫോർട്ടായ വസ്ത്രങ്ങൾ ധരിക്കണം. അത് അവരുടെ കൂടി അവകാശത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് പ്രിൻസിപ്പൽ കൂടി പറയുന്ന ന്യായീകരണം കൂടി പരിശോധിച്ചാൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഇതിനകത്ത് സ്റ്റുഡൻസിനെ തിരിച്ചറിയുക. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ശ്രീമതി TN സീമ, ഈ സ്റ്റുഡൻസിനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഓവർകോട്ട് ഇടുക, അതുപോലെ ഐഡന്റിറ്റി കാർഡ് സൂക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ വാർഡ്സിൽ ചെല്ലുമ്പോൾ ആരാണ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആരാണ് ഡോക്ടർ തുടങ്ങിയ കാര്യങ്ങൾ ആളുകൾക്ക് അറിയേണ്ടതുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പറഞ്ഞ കാര്യങ്ങൾ അതൊരു അശാസ്ത്രീയമായിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ അതൊരു ശരിയായ ഒരു ന്യായീകരണമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം ചുരിദാറും പിന്നെ എന്താണ് സാരി എന്ന് പറയുന്ന വേഷം, ഇതിലെ സാരി അങ്ങനെ ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന ഒരു വേഷമല്ല. ജീൻസോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു വേഷങ്ങൾ പോലെ സാരി പൂർണ്ണമായിട്ടും ശരീരം കവർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ശരീരം മുഴുവൻ കവർ ചെയ്തുകൊണ്ട് എന്താണ് രോഗങ്ങളിൽ നിന്ന്, രോഗാണുക്കളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷ വേണം എന്ന് പറയുന്ന കാരണം എന്ന് പറയുന്നത് അതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. മറ്റൊന്ന് അദ്ദേഹം തന്നെ പറയുണ്ടായി, എന്താണ് ഫോർമൽ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. ഇതൊരു യൂണിഫോം എന്തായാലും ഒരു യൂണിഫോം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലില്ല. പിന്നെ ആശുപത്രി വാർഡിൽ ഒരു വേഷവും പുറത്തിറങ്ങി ക്യാമ്പസിൽ വേറൊരു വേഷം എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടൊരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമുക്കറിയാം മെഡിക്കൽ കോളേജിലൊക്കെ തന്നെ സ്റ്റുഡൻസിന് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരുന്നുണ്ട്, വാർഡിലൊക്കെ ആയാലും ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് സാരി പോലെയുള്ള ഒരു വസ്ത്രം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, പിന്നെ ഒരു MBBS പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനാണായാലും പെണ്ണായാലും അവിടെ ചെല്ലുമ്പോൾ ഏത് രീതിയിൽ ചെല്ലണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു മിനിമം ബോധമുള്ള ആളുകൾ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് അത്തരത്തിലുള്ള ഉത്തരവാദിത്വവും പിന്നെ സമീപനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മേൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. അതിനകത്തെ അച്ചടക്കം അല്ലെങ്കിൽ അതിനകത്തെ മറ്റു കാര്യങ്ങൾ സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ അവർ ധരിക്കേണ്ട കോട്ടിനെ സംബന്ധിച്ച്, അവരുടെ ഐഡന്റിറ്റി കാർഡിനെ സംബന്ധിച്ച് ഒക്കെ കാര്യങ്ങൾ അവിടുത്തെ അധികാരികൾക്ക് അത് നിർബന്ധിക്കാവുന്നതാണ്. പക്ഷെ ഇത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ ജീൻസ് ആൺകുട്ടികൾക്കും നിഷേധിക്കേണ്ടതല്ലേ? അപ്പൊ ആൺകുട്ടികൾക്ക് ജീൻസ് ധരിക്കാം, പെൺകുട്ടികൾക്ക് ജീൻസ് ധരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? അതുപോലെ തന്നെ ഈ വസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇപ്പൊ കോളേജുകളിലാണെങ്കിൽ ടീച്ചേഴ്സ് ചുരിദാർ ധരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും തിരിച്ചറിയുന്നുള്ള ന്യായം ചില ആളുകൾ കാരണം ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ടീച്ചേഴ്സ് ചുരിദാർ ധരിക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ തൊഴിൽ മേഖലയിലും അത്തരത്തിൽ കൂടുതൽ സ്ത്രീകൾക്ക് വസ്ത്രങ്ങളിന്മേലുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ഘട്ടത്തില് ഒരുപാട് സമയം ജോലി എടുക്കുകയും അതുപോലെ തന്നെ ഒരുങ്ങാനൊന്നും അധികം സമയം കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്ന MBBS സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെ നന്ദി ശ്രീമതി ടിയാൻസിമ. ഒപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പൽ, സ്റ്റുഡൻസ് യൂണിയൻ നേതാവ് ജിബിൻ, 3 പേർക്കും വളരെ നന്ദി സംസാരിച്ചതിന്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീൻസിനും ലെഗിൻസിനും വിലക്കിയാണ് വൈസ് പ്രിൻസിപ്പലിന്റെ ഉത്തരവ്. നിരവധിയായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ആൺകുട്ടികളും പെൺകുട്ടികളും എന്ത് ധരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സർക്കുലറാണ് ഇറക്കിയിരിക്കുന്നത്.